അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥിനി നിതിൻ രാജിന്റെ മരണത്തിൽ പോലീസ് അന്വേഷണത്തിൽ വീഴ്ചയെന്ന് ആരോപിച്ച് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചു. നിയമ നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്നും അന്വേഷണ പുരോഗതി അറിയിക്കുന്നില്ല എന്നും കുടുംബം പറയുന്നു. ഹർജി ഹൈക്കോടതി അല്പസമയത്തിനകം പരിഗണിക്കണം. ഷബ്ന ചേരുന്ന വിവരങ്ങളുമായി. ഷബ്ന, ഇത് നേരത്തെ തന്നെ കുടുംബം ഈ ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്യാത്ത പശ്ചാത്തലത്തിൽ, കസ്റ്റഡിയിലെടുക്കാത്ത പശ്ചാത്തലത്തിലൊക്കെ ഇങ്ങനെ ഒരു നീതി വൈകുന്നു എന്ന തരത്തിൽ ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് പലതവണ. ഇന്ന് റാം പിടിയിലായിരിക്കുന്നു കുടകിൽ നിന്നും. ഇപ്പോൾ കണ്ണൂരിലെത്തി ചോദ്യം ചെയ്യുകയാണ്. ഈ ഘട്ടത്തിലാണ് വീണ്ടും കുടുംബം ഹൈക്കോടതിയിലെത്തുന്നത്. എന്തൊക്കെയാണ് കുടുംബം പറയുന്നത്? വിവരങ്ങൾ. ഷാമിലി, ഹർജി ഈ കഴിഞ്ഞ ദിവസം കോടതിക്ക് മുമ്പാകെ എത്തിയതാണ്. അപ്പോൾ റാമിനെ പിടികൂടിയിരുന്നില്ല. നമുക്കറിയാം, സുപ്രീം കോടതി കടുത്ത ഭാഷയിൽ പോലീസിനെ വിമർശിക്കുകയും ഹൈക്കോടതിയും കഴിഞ്ഞ ദിവസം പോലീസിനെ നിശിതമായി വിമർശിക്കുകയൊക്കെ ചെയ്ത ഒരു കേസ് കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കുടുംബം നേരത്തെ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു, തങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല. മകൻ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യാൻ ഇടയാക്കിയ സാഹചര്യം, അതിൽ ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ അനാസ്ഥ കാണിക്കുകയാണ് എന്ന് കുടുംബം ആരോപിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഹൈക്കോടതിയിൽ ഈ പോലീസിന്റെ വീഴ്ച ചൂണ്ടിക്കാണിച്ച് കുടുംബം സമീപിക്കുന്നത്. ഏതായാലും ഹർജി കോടതി എടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുടുംബം പറയുന്നത്, ഡോക്ടർ റാം മാത്രമല്ല ഈ കേസിൽ പ്രതിസ്ഥാനത്തുള്ളത്, മറ്റുള്ളവരെയും ഇതിൽ പ്രതികളായിട്ടുള്ള എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നാൽ മാത്രമേ തങ്ങൾക്ക് നീതി ലഭിക്കൂ എന്നാണ്. കോടതി അല്പസമയത്തിനകം ഈ കേസ് പരിഗണിക്കും. ഏതായാലും ഇതിനിടെയാണ് ഇപ്പോൾ റാം അറസ്റ്റിലായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഹൈക്കോടതി മറ്റൊരു കേസ് പരിഗണിക്കുന്ന വേളയിൽ പോലീസ് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു അനാസ്ഥ കാണിക്കുന്നത് എന്ന വിമർശനം ഉന്നയിച്ചിരുന്നു. കാരണം സുപ്രീം കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ട് പോലും പോലീസ് അറസ്റ്റ് ചെയ്യാത്ത സാഹചര്യമുണ്ട്. എങ്ങനെയാണ് ഇത്തരത്തിൽ പോലീസ് നീതി നടപ്പാക്കുന്നത് എന്ന വിമർശനം ഉന്നയിക്കുകയും ഇന്നിപ്പോൾ ഏതായാലും കുടകിൽ നിന്ന് റാമിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഹൈക്കോടതി ഇപ്പോൾ എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത് എന്ന് നമുക്ക് അല്പസമയത്തിനകം അറിയാൻ സാധിക്കും. ശരി, ഷബ്നയാണ് വിവരങ്ങൾ നൽകിയത്.